വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. ഇശു കാലിൻ്റെ തള്ളവിരൽ നിലത്ത് കുത്തിയൊന്ന് ഉയർന്നു. ഒപ്പം ഇടത്തേക്കായി പിന്നിലേക്ക് നീട്ടി അവന് മുടിയിൽ അമർത്തി വലിച്ചു. രുദ്രൻ ഒന്ന് മൂളിക്കൊണ്ട് അവളെ തിരിച്ചു നിർത്തി. ഇശു പതിയെ കണ്ണുകൾ തുറന്ന് രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവൾക്ക് നേരെ മുഖം താഴ്ത്തി അവളുടെ ചുണ്ടുകളിൽ അമർത്തി മുത്തി. ഇശുവിൻ്റെ ചുണ്ടിൽ അമർത്തി ഒന്ന് മുത്തിയ ശേഷം രുദ്രൻ അവളിൽ നിന്നും മാറി നിന്നു. മതി, ശരിയാവില്ല. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി തലയൊന്ന് കുടഞ്ഞു. ഇശു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. അവൻ സാരി ഉടുപ്പിച്ചു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് ആദ്യമായി അവളുടെ വീട്ടിൽ പോവുകയല്ലേ, ഒന്നും കുറയ്ക്കേണ്ടെന്ന് തോന്നി. സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ കെട്ടി ഭംഗിയിൽ ഒരുങ്ങിയിറങ്ങി. രുദ്രൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവനും ഡ്രസ്സ് മാറ്റി താഴേക്ക് ഇറങ്ങുമ്പോൾ അവരെ പ്രതീക്ഷിച്ച് എല്ലാവരും ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. കഴിച്ച് കഴിഞ്ഞ ഉടനെ പോകും. യേശു താഴേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം നോക്കിയത് കണ്ണനെയാണ്. മാറ്റി റെഡിയായി സെറ്റിയിൽ കിടന്ന് ഫോണിൽ കളിക്കുന്നുണ്ട്. യേശുവിന് അത് കണ്ട് ചിരിയാണ് വന്നത്. വരില്ലെന്ന് പറഞ്ഞവനാണ് ആദ്യം റെഡിയായി കിടക്കുന്നത്. കഴിക്കാം. ദേവി പറഞ്ഞതും എല്ലാവരും ടേബിളിലിരുന്ന് കഴിക്കാൻ തുടങ്ങി. ആരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും മുന്നിലുള്ള പ്ലേറ്റിലേക്ക് നോക്കി കഴിക്കുവാണ്. ആകെ ഒരു മൂകമായ അന്തരീക്ഷം. കഴിച്ചു കഴിഞ്ഞ് അവർ പോകാനിറങ്ങി. കണ്ണൻ നേരത്തെ കാറിൽ കയറിയിരുന്നു. അവൻക്കത് ട്രിപ്പ് പോകുന്ന ഫീലാണ്. പോയിട്ട് വരാം. ആരോടും പ്രത്യേകമൊന്നും അവൾ എടുത്തു പറഞ്ഞില്ല. അതൊരു പക്ഷേ വല്ലാത്ത വേദന ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ദേവി അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. സന്തോഷമായിട്ട് പോയിട്ട് വാ, എത്ര ദിവസം വേണമെങ്കിൽ നിന്നോട്ടോ. ദേവി ഒരു ചിരിയോട് അവളോട് പറഞ്ഞു. സന്തോഷത്തോടെ യാത്രയാക്കിയാലല്ലേ സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെ യാത്രയാക്കി. ഇശു എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ച ശേഷം കാറിൽ കയറി. രുദ്രനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അവനും കയറി. ഡാ കണ്ണ, അവിടെ പോയി അച്ഛൻ്റെ കുട്ടി ഒന്നും പറയിപ്പിക്കരുത് കേട്ടോ. മോഹൻ കളിയാക്കിക്കൊണ്ട് പറയുമ്പോൾ കണ്ണൻ അതിനൊന്ന് ചിരിച്ചു. അതെനിക്ക് ഉറപ്പില്ല, എന്നാലും ശ്രമിക്കാം. പിന്നെ ഈ നിൽക്കുന്ന രണ്ട് പൊട്ടന്മാരെ കൊണ്ട് നടക്കില്ലെന്നുള്ളത് കൊണ്ടല്ലേ ഏട്ടൻ എന്നെ തന്നെ ചേച്ചിക്കൊപ്പം അയക്കുന്നത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. കണ്ണൻ റോണിയെയും റോണയെയും നോക്കി ഒന്ന് പുച്ഛിച്ചു. അവർ തിരിച്ചു. ജയിക്കാൻ വേണ്ടി വായിൽ തോന്നിയതൊക്കെ പറയുവാണ്. അതിലൊരു കാര്യമില്ല. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. ഇനിയൊരു യാത്ര പറച്ചിലില്ല. ഓക്കേ. അതും പറഞ്ഞുകൊണ്ട് അവൻ ഗ്ലാസ് കയറ്റി. രുദ്രൻ കാറ് മുന്നോട്ടെടുത്തു. ഇശു എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചു. അവർ പോകുന്നു നോക്കി എല്ലാവരും അവിടെ തന്നെ നിന്നു. ആ കാറ് മാൻഷൻ്റെ ഗേറ്റ് കടന്ന് പോയിട്ടും അവർ കുറച്ചു നേരം അവിടെ നിന്നു. പിന്നെ ഓരോരുത്തരായി അകത്തേക്ക് കയറി. ദേവിയാണ് ആദ്യം അകത്തേക്ക് കയറിയത്. ഹാളിലേക്ക് വന്നതും ഒഴിഞ്ഞു കിടന്ന സെറ്റിയിലേക്ക് നോക്കി. യേശുവിൻ്റെ മടിയിൽ കിടക്കുന്ന കണ്ണൻ രണ്ടുമെന്തോ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാണ്. ഇല്ല, തോന്നലാണ്. ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇനി കുറച്ച് ദിവസം ആ സോഫ പോലെ ഈ വീട് ശൂന്യമാണ്. രുദ്രൻ യേശുവിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ കാറ് നിർത്തി. അവൻ്റെ മനസ്സിലേക്ക് അന്നേരം വന്നത് ഇതുപോലൊരു സിറ്റുവേഷനാണ്. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടി വന്ന നിമിഷം അവൻ തലയൊന്ന് കുടഞ്ഞു. കാറിന് ശബ്ദം കേട്ടതും സെക്യൂരിറ്റി കാറിൻ്റെ അടുത്തേക്ക് വന്നു. പരിചയമില്ലാത്ത ആരെയും അകത്തേക്ക് കടത്തിവിടില്ല. അതവിടെ എന്നും അങ്ങനെയാണ്. ആരാ? ആ സെക്യൂരിറ്റി കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ചോദിക്കുമ്പോൾ രുദ്രൻ ഗ്ലാസ് താഴ്ത്തി. ജോണിൻ്റെ മകളാണ്. രുദ്രൻ എന്തോ പറയാൻ വന്നത് വിഷു വേഗം പറഞ്ഞു. ജോൺ, അങ്ങനെ പറയാൻ പറ്റുമോ? ബഹുമാനമില്ലാത്ത വിളി. ഇശു രുദ്രനും നോക്കി. അവനവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കിയിരുന്നു. സെക്യൂരിറ്റി ഇശുവിനെ സംശയത്തിൽ നോക്കിക്കൊണ്ട് ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു. സ്വന്തം വീട്ടിലെ സെക്യൂരിറ്റിക്ക് ആളറിയില്ല. നല്ല തുടക്കം. പിന്നിൽ നിന്ന് കണ്ണൻ അങ്ങനെ പറഞ്ഞതും അവളുടെ മുഖം പാടി. അത് പുതിയ സെക്യൂരിറ്റിയാണ്. പഴയതാണെങ്കിലും പുതിയതാണെങ്കിലും വീട്ടിലവരറിയാത്ത ജോലിക്കാരുണ്ടാവുമോ? കണ്ണൻ പറയുമ്പോൾ ഇശു ഒന്നും മിണ്ടാതിരുന്നു. അവൻ പറഞ്ഞത് ശരിയാണ്. സെക്യൂരിറ്റി വേഗം ധൃതിയിൽ ഫോൺ കട്ടാക്കി ഗേറ്റ് ഓപ്പൺ ആക്കി. രുദ്രൻ അയാളെ നോക്കിക്കൊണ്ട് കാറ് മുന്നോട്ടെടുത്തു. കാറ് വീടിന് മുന്നിൽ നിർത്തുമ്പോൾ ആനയും ജോണും നിച്ചുവും നീയൊക്കെ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. വരുന്ന വിവരമൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. വിളിക്കുമ്പോൾ എല്ലാവരും മാറി മാറി പറയുന്ന കാര്യമാണ്. പക്ഷേ വരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടില്ല. ഈ ചേച്ചി. കാറിൽ നിന്ന് ഇറങ്ങിയതും നിച്ചു അവളെ വന്ന് മുറുകെ പുണർന്നു. അത് കണ്ട് കണ്ണൻ നോക്കിയത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങാതെ അവരെ തന്നെ നോക്കിയിരിക്കുന്നവനെയാണ്. അവൻ്റെ മുഖത്ത് ചെറിയ ടെൻഷനുണ്ട്. കണ്ണനെ നോക്കി ഒരു ചിരിയോടെ ഇറങ്ങി. ഞെക്കിക്കൊല്ലല്ലേ, ചേച്ചിക്ക് വയ്യാത്തതാ. പെട്ടെന്ന് കണ്ണൻ്റെ ശബ്ദം കേട്ടതും നിച്ചു വിഷുവിൽ നിന്നും മാറി കണ്ണനെ നോക്കി. കണ്ണാ, നീയുണ്ടോ? അവളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. അവൻ വീട്ടിലേക്ക് വന്നിട്ടുള്ള സന്തോഷമാണ്. പക്ഷേ ആ ഒരു പ്രതികരണമായിരുന്നില്ല കണ്ണൻ പ്രതീക്ഷിച്ചത്. ഇശു മാറി നിൽക്കുന്ന 3 പേരെയും നോക്കി. ആനയുടെയും ജോണിൻ്റെയും കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. ഈശോവരെ നോക്കിയൊന്ന് ചിരിച്ച് 2 പേരും ഒരുപോലെ അവളെ പുണർന്നു. കണ്ണൻ പറഞ്ഞത് മനസ്സിലുള്ളത് കൊണ്ടാവും 2 പേരും യേശുവിനെ പതിയെ പുണർന്നുകൊണ്ട് മാറി നിന്നു. ആനയുള്ള നെറ്റിയിലൊന്ന് ചുംബിച്ചു. യേശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു.
അവൾ അവരെ തന്നെ നോക്കി നിൽക്കുന്ന നിച്ചുവിനെ നോക്കി അവളൊന്ന് ചിരിച്ചു കൊടുത്തു. അതിന് അതുപോലെ ഒരു ചിരി തിരികെ കിട്ടി. അല്ലെങ്കിൽ നിച്ചുവിനെ പോലെയല്ല നീയ. അവൾ യേശുവിൻ്റെ മറ്റൊരു പതിപ്പാണ്. കുറച്ച് മോഡലും മാനിയുടെ അഹങ്കാരവും. ഒരു മിണ്ടാപ്പോച്ചിയാണ്. രുദ്രനില്ലേ? ജോൺ യേശുവിനെയും കണ്ണനെയും നോക്കി ചോദിച്ചു. രണ്ടുപേരും ഒരുപോലെ കാറിലേക്ക് നോക്കി. അവരുടെ നോട്ടം കണ്ടതുകൊണ്ടാകും രുദ്രൻ കോർഡർ ഗ്ലാസ് താഴ്ത്തിയത്. ഗൗരവം വിടാതിരിക്കുന്ന രുദ്രനെ കണ്ടതും യേശുവിനെ ദയനീയമായി നോക്കി. ഞാൻ പോയിട്ട് വരാം, ചെല്ല്. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രുദ്രൻ കണ്ണനെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ കണ്ണൊന്ന് കണ്ണു ചിമ്പി. ജോണെന്നോ പറയാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോഴേക്കും രുദ്രൻ വണ്ടി തിരിച്ചു. മോൾക്കൊന്ന് പറയായിരുന്നില്ലേ? ആനവൻ പോകുന്ന നോക്കി പറയുമ്പോൾ യേശു ഒന്ന് ചിരിച്ചു. കുറെ പറഞ്ഞതാണ്. ഇച്ച പാരും ഇപ്പൊ കുറച്ച് തിരക്കുള്ളത് കൊണ്ട് പോയതാ. അവൾ പറഞ്ഞതും എല്ലാവരും തലയാട്ടി. അവൾ പറഞ്ഞത് ആരും കാര്യമാക്കി എടുത്തില്ല. അതിൽ സത്യമുള്ള പോലെ തോന്നിയില്ല. വാ, അകത്തേക്ക് വാ കണ്ണ, വാ കയറ്. ജോണ് പറഞ്ഞതും കണ്ണൻ യേശുവിനെ ചേർത്ത് പിടിച്ച് സ്റ്റെപ്പ് കയറി. കണ്ണൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. അവൻ്റെ ഡ്രസ്സാണ്. യേശുവിൻ്റെ കയ്യിലും ചെറിയ ബാഗുണ്ട്. അവളുടെ മരുന്നുകൾ മാത്രമുള്ള ബാഗ്. കണ്ണൻ യേശുവിനെ ചേർത്ത് പിടിച്ച് പതുക്കെ സ്റ്റെപ്പ് കയറുമ്പോൾ പിന്നിൽ നിന്ന് 4 പേരും അത് നോക്കി നിന്നു. ആ ചേർത്ത് പിടിക്കലും നടത്തത്തിലും ഉണ്ടായിരുന്നു രുദ്രൻ എന്തിനാണ് അവനെ തന്നെ അവൾക്കൊപ്പം വിട്ടതെന്ന്. അവൻ നോക്കുന്നത് പോലെ, അവൻ അവൻ്റെ ചേച്ചിയെ ശ്രദ്ധിക്കുന്നത് പോലെ അവിടെ ആർക്കും ഒരുപക്ഷെ അതിന് കഴിഞ്ഞെന്ന് വരില്ല. രുദ്രൻ നേരെ പോയത് ഓഫീസിലേക്കാണ്. അവിടെ അവനെ കാത്ത അശോക് ഉണ്ടായിരുന്നു. വന്നോ? രുദ്രൻ കാറിൽ നിന്നും ഇറങ്ങിയതും ചോദിച്ചത് അതാണ്. അശോക് തലകുലുക്കിക്കൊണ്ട് രുദ്രന് പിന്നാലെ അകത്തേക്ക് നടന്നു. അവൻ്റെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറിയതും രുദ്രൻ പെട്ടെന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി. ഒപ്പം നെഞ്ചിലൊരു വേദനയും. പക്ഷെ വീണില്ല. പിന്നിൽ വന്ന അശോക് രുദ്രനെ ചേർത്ത് പിടിച്ചു. രുദ്രൻ കാര്യം മനസ്സിലാക്കി നേരെ നിന്ന് തല താഴ്ത്തി നെഞ്ചിലൊന്ന് തുടച്ചു. ഷർട്ടിൽ ചെറുതായി പറ്റിയ പൊടി അവൻ തട്ടിയപ്പോൾ പോയി. രുദ്രൻ ഒരു ചിരിയോടെ മുഖമുയർത്തി നോക്കിയതും കണ്ടത് വീണ്ടും അവനെ ചവിട്ടാനായി കാല് പൊക്കുന്ന സ്റ്റീഫനെയാണ്. എന്നാൽ ആ കാല് പൊക്കാൻ മാത്രമേ അയാൾക്ക് ആയുള്ളൂ. അതിനു മുമ്പ് തന്നെ രുദ്രൻ ആ കാല് തിരിച്ചു പിടിച്ച് ഓടിച്ചിരുന്നു. സ്റ്റീഫൻ വലിയ അലർച്ചയിൽ താഴേക്ക് വീണു. എന്നാലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എണീറ്റു. ഡാ, ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് മതിയായില്ലടാ നായേ. എൻ്റെ മകനെ നീ കൊന്നു. എൻ്റെ കുടുംബത്തെ മൊത്തമായി എന്നീന്ന് അകറ്റി എന്നെ ഒറ്റക്കാക്കി. ഇപ്പം അതൊന്നും പോരാഞ്ഞത് കൊണ്ടാണോടാ നീ എൻ്റെ ബിസിനസ്സിൽ കയറി കളിക്കുന്നത്. ജീവിക്കാൻ വെള്ളെന്ന് കരുതിക്കൂട്ടി ഇറങ്ങിയിരിക്കുവാണെങ്കിൽ നഷ്ടപ്പെടാൻ എനിക്ക് ഇനി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ കുടുംബത്തിൽ കയറി കളിക്കും രുദ്ര. അത് നിന്നെ നല്ലതിനാവില്ല. സ്റ്റീഫൻ അലറുമ്പോൾ രുദ്രനൊന്ന് ചിരിച്ചുകൊണ്ട് സെറ്റിയിൽ കാലിന് മുകളിൽ കാല് വെച്ചിരുന്നു. നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ പോയിട്ട് നിന്നെ ചെറുവിരൽ അനക്കാൻ പോലും നിനക്ക് പറ്റില്ല. അങ്ങനെയാക്കി തീർക്കും ഞാൻ, തീർത്തിരിക്കും. നിന്നെ ഇപ്പം ഞാനിങ്ങനെ വിട്ടിരിക്കുന്നത് നിന്നെ കൊണ്ട് എനിക്ക് വേറെ ചില ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ്. അതില്ലെങ്കിൽ ഈ സാവകാശം ഒന്നും നിനക്ക് തരില്ല. മകനെ തീർത്ത പോലെ ഒരു ആക്സിഡന്റ് അവിടെ തീരും താനും. രുദ്രൻ ക്രൂരമായൊന്ന് ചിരിച്ചു. സ്റ്റീഫൻ തളർച്ചയോടെ സെറ്റിയിലിരുന്നു. പൂർണ്ണമായി തകർന്നു. ഇനി തകർക്കാനൊന്നുമില്ല. മതിയായി, എല്ലാം കൊണ്ടും മതിയായി. ഹ, ഇപ്പം തന്നെ ഇങ്ങനെ തളർന്നാലോ സ്റ്റീഫ? ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും എന്തൊക്കെ കിടക്കുന്നു? അതും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും ചിരിച്ചു. സ്റ്റീഫൻ രുദ്രനെ ദയനീയമായി നോക്കി. എന്തിനാ സ്റ്റീഫ എൻ്റെ പെണ്ണിനെ തൊട്ട് കളിച്ചത്? അവൾക്ക് എത്രമാത്രം വേദനിച്ചെന്ന് അറിയോ? അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് ആ വേദന കണ്ടുകൊണ്ട് ഞാൻ എങ്ങനെ നിന്നോട് ക്ഷമിക്കും? അതിനെനിക്ക് കഴിയില്ല. എൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചുകൊണ്ട് നീ എന്നെ തകർക്കാൻ ആലോചിച്ചേ. അന്ന് രുദ്രൻ നിന്റെ വിധി മാറ്റി എഴുതി കഴിഞ്ഞു. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. രുദ്രൻ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. സ്റ്റീഫൻ ഇനി ഒന്നും ചെയ്യാനില്ലാത്ത പോലെ അങ്ങനെ ഇരുന്നു. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ബിസിനസ് ഇപ്പോൾ പടുകുടിയിലാണ്. കരകയറാൻ പറ്റാത്ത കുടിയിൽ. അതിലേക്ക് തള്ളിയിട്ടത് രുദ്രൻ്റെ കൈകളാണെന്ന് ചിന്തിക്കാൻ അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. രുദ്ര, നിന്റെ ഭാര്യയെ ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിന് നീ എൻ്റെ മകൻ്റെ ജീവനെടുത്തുകൊണ്ട് എന്നോട് പകരം ചോദിച്ചു. അതിൻ്റെ ശിക്ഷ അവിടെ കഴിഞ്ഞില്ലേ? ഇനി എന്നെ എൻ്റെ വഴിക്ക് വിട്. ഞാനിനി ഒന്നിനും വരില്ല. പ്ലീസ് ഉപദ്രവിക്കരുത്. അയാൾ രുദ്രൻ നേരെ തൊഴുതുകൊണ്ട് പറഞ്ഞു. രുദ്രനൊന്ന് ചിരിച്ചു. ശരി, നീ പറയുന്നത് ഞാൻ കേൾക്കാം. നീയായി ഇനി എൻ്റെ വഴിയിൽ തടസ്സം നിൽക്കാൻ വരരുത്. വന്ന ബാക്കിയപ്പോ. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ല. എനിക്ക് വേണ്ടി വേറൊരു കാര്യം ചെയ്തു തരണം നീ. എന്നെ തകർക്കാൻ വേണ്ടി എൻ്റെ പെണ്ണിനെ കരുവാക്കാനുള്ള ബുദ്ധി ആരാ നിനക്ക് പറഞ്ഞു തന്നത്? രുദ്രൻ അങ്ങനെ ചോദിച്ചത് സ്റ്റീഫനൊന്ന് ഞെട്ടി. അറിയാം, അവനക്കെല്ലാം അറിയുമെന്ന്. പക്ഷേ ഒരു പേടി. അയാളുടെ നാവ് കൊണ്ടത് പറഞ്ഞറിഞ്ഞാലുള്ള ഭവിഷ്യത്ത് അതെന്താവുമെന്ന് നല്ല ബോധ്യമുണ്ട്. പറഞ്ഞാൽ അവിടെ കൈകൊണ്ട് മരണം, പറഞ്ഞില്ലെങ്കിൽ രുദ്രൻ്റെ വഴിയിൽ ഒന്നുമില്ലാതെയായി പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും.
എന്ത് ചെയ്യും? സ്റ്റീഫ, നീയായി പറയുന്നതാണ് നിനക്ക് നല്ലത്. ഇതിന് പിന്നിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ നീ പറ, ആരാ നിനക്ക് വഴി കാണിച്ചു തന്ന് നിന്റെ മുന്നിൽ നടക്കുന്നവര്? അത് വിശ്വനാഥനും അയാളുടെ മകൾ ശ്രദ്ധാ വിശ്വനാഥും. അയാൾ പറഞ്ഞു നിർത്തിയത് ഓണാക്കിക്കൊണ്ടിരുന്ന വീഡിയോ ഓഫാക്കിക്കൊണ്ട് അശോക് അതിൽ അവസാനത്തെ ചെറിയ ഭാഗം മാത്രം വിശ്വനാഥൻ സേവ് ചെയ്ത നമ്പറിലേക്ക് അയച്ചു. ഒപ്പം ഒരു മെസ്സേജ്, യുവർ ലൈഫ് ഈസ് ഓവർ. അത് അയച്ചു കഴിഞ്ഞ് അശോക് ഫോൺ ഓഫാക്കി പോക്കറ്റിലിട്ടു. ഒപ്പം രുദ്രനെ നോക്കി ഓൾ സെറ്റ് എന്ന് കണ്ണ് കാണിച്ചു. രുദ്രൻ അതിനൊന്ന് ചിരിച്ചുകൊണ്ട് സ്റ്റീഫനെ നോക്കി. അപ്പം ശരി, എന്നാൽ ഇനി സ്റ്റീഫന് പോകാം. കൂടുതലൊന്നും കേൾക്കാനില്ലാത്ത പോലെ രുദ്രൻ അവൻ്റെ പ്രൈവറ്റ് റൂമിൽ കയറി വാതിലടച്ചു. അശോക് പുറത്തേക്ക് നടന്നു. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റീഫൻ എണീറ്റ് പുറത്തേക്ക് നടന്നു.